നമസ്കാരം. മുമ്പ് നിങ്ങൾ ബി.ജെ.പിയും തൃണമൂലും ചേർന്ന് CPM-നെ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഒതുക്കാമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. ചതിയും കൊള്ളയും അഴിമതിയും നിറഞ്ഞ നിങ്ങളുടെ ദുഷ്ഭരണം ഇനി ബംഗാളിൽ ഏൽക്കുകയില്ല. CPM ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായപ്പോൾ ബി.ജെ.പിക്കും തൃണമൂലിനും ഇപ്പോൾ നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ്. മുമ്പ് ഇക്കൂട്ടർ ചെയ്തിരുന്ന തറവേലകൾ അതുതന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ചെയ്യുന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പിയും കൂടി ഒരുമിച്ച് CPM-നെ പരാജയപ്പെടുത്താൻ വേണ്ടി ബൂത്ത് പിടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ ചെയ്തികൾ CPM-ന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി നല്ല രീതിയിൽ തന്നെ ചെറുത്ത് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടന്ന സെറാംപൂർ, ഹൗറ, ആരംബാഗ്, ബാരക്പൂർ, ഹൂഗ്ലി, ഉൾബേരിയ, ബോംഗാവ് എന്നീ 7 മണ്ഡലങ്ങളിലും CPM സ്ഥാനാർത്ഥികൾ ബൂത്ത് പിടിക്കാൻ വന്ന അക്രമികളെ നേരിട്ടു. ഇതിൽ 5 ഇടങ്ങളിൽ CPM-ഉം 2 ഇടതുമുന്നണിയും പിന്തുണയോടെ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. അപ്പോൾ മുഖ്യ എതിരാളികളായി വരുന്നത് തൃണമൂലും ബി.ജെ.പിയുമാണ്. ഇടതുമുന്നണിയുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരെ തൃണമൂൽ ബി.ജെ.പി ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി അടിച്ചോടിച്ചപ്പോൾ ഇടത് സ്ഥാനാർത്ഥികൾ നേരിട്ടെത്തി ഈ ഗുണ്ടകളെ ചെറുത്തു നിന്നാണ് തിരികെ ഓരോ ഏജന്റുമാരെയും അതാത് ബൂത്തുകളിൽ പ്രവേശിപ്പിച്ചത്. സെറാംപൂരിലെ CPM സ്ഥാനാർത്ഥി ദീപ് സിതാദറിനെ ഡോംജൂറിൽ തൃണമൂലുകാർ തടയാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ ഇടപെട്ട് ഈ തൃണമൂൽ അക്രമികളെ തുരത്തി ഓടിക്കുകയാണ് ചെയ്തത്. ഹൗറയിൽ CPM-ന്റെ ബൂത്ത് ഓഫീസ് തൃണമൂലുകാർ തകർത്തെങ്കിലും CPM സ്ഥാനാർത്ഥികൾ ഇടപെട്ട് അത് പുനഃസ്ഥാപിക്കുകയും തൃണമൂൽ അക്രമികളെ ആ ഭാഗത്തേക്കൊന്നും അടുപ്പിക്കാതെ സ്ഥാനാർത്ഥികൾ തന്നെ ബൂത്തിന് പുറത്ത് കാവലിരിക്കുകയും ചെയ്തു. വേറൊരു തമാശ, CPM-ന്റെ ബൂത്തുകൾ പിടിക്കാൻ വന്ന തൃണമൂലും ബി.ജെ.പിയും ബാരക്പൂരിലെ മണ്ഡൽപാടയിൽ തമ്മിലടിയായ കാഴ്ചയാണ് പിന്നീടുണ്ടായത്. ഒടുവിൽ ഇവരെ പിടിച്ചു മാറ്റുന്നതിന് വേണ്ടി അവിടെ കേന്ദ്രസേന ലാത്തിവീശി എല്ലാവരെയും അടിച്ചോടിക്കേണ്ട സ്ഥിതിയായി. തൃണമൂലിന്റെയും ബി.ജെ.പിയുടെയും അക്രമം ചേർത്ത് വോട്ട് രേഖപ്പെടുത്തിയ എല്ലാവരെയും CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം അഭിനന്ദിക്കുകയും ചെയ്തു.